ഹലോ എവ്രി വൺ, ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. ഹലോ ഡോക്ടർ, ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? സുഖായിട്ട്. അതെ. അപ്പോൾ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഈ കേരളം മുഴുവനായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകം. 5 പേരെയാണ് അഫാൻ എന്ന ഒരു 23 വയസ്സുകാരൻ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആർഭാടത്തിന് വേണ്ടിയിട്ട് ആ ഒരു പൈസ കൊടുക്കാതിരിക്കുന്നതും പിന്നെ അതുമൂലം വൈരാഗ്യത്തിലേക്ക് അത് വഴിയൊരുക്കുന്നതും അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പലരും പല സ്ഥലങ്ങളിൽ നിന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഒരു കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങളായിട്ട്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇപ്പം റീസെന്റ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വയലൻസ് നിറഞ്ഞ സിനിമകൾ അതിനൊരു കാരണമായേക്കാം. അപ്പോൾ ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്, ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഇത്തരം സിനിമകൾ കാരണം ഇത്തരം കൊലപാതകങ്ങളിലേക്ക് പോകുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്? സത്യത്തില് ശിവാനി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെങ്കിലും, നമ്മളെ കേരളത്തിന്റെ ഒരു അവസ്ഥ ഇന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച ചെയ്യാൻ അതെ. പാടുള്ളൂ. ഇങ്ങനെ പല വിഷയങ്ങൾ പോന്നുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ ഇപ്പോൾ ഒരു സീരീസ് ആയിട്ട് വേണമെങ്കിൽ എന്ന് പറയാം. ഇപ്പോൾ ഒരു 4-5 കൊലപാതകങ്ങൾ ഇത്തരത്തിലുള്ള മകൻ അമ്മയെ കൊല്ലുന്നതും അല്ലെങ്കിൽ പ്രതി ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ബാക്കിയുള്ള ആളുകളെ കൂടി കശാപ്പ് ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. അതൊക്കെ സമീപത്തിൽ 1 മാസം 2 മാസത്തിനുള്ളിൽ നടന്ന കഥകളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ ചില പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇതിൽ എന്താണ് നമ്മൾ തിരുത്തേണ്ടത്, എവിടെയാണ് നമുക്ക് പിഴച്ചത് എന്നൊന്ന് മനസ്സിലാക്കിയാൽ ഇനി വരും തലമുറക്കെങ്കിലും കുറച്ചെങ്കിലും ഉപകരിക്കും. ഒരു സൈക്യാട്രിക് ആസ്പെക്ട്സിൽ ഞാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ, ഇതിൻ്റെ ഹിസ്റ്ററികൾ ഇപ്പോൾ ഇന്നലെ നടന്ന ഈ കൊലപാതകത്തിൻ്റെ ഹിസ്റ്ററികളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഹിസ്റ്ററി അറിയില്ല. അപ്പോൾ എന്നാലും അറിഞ്ഞ ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ചില പോസിബിലിറ്റീസ് ഒക്കെ ഊഹിക്കാവുന്നതാണ്. അതായത് ഈ പയ്യന് സാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. അതിലൊരു 75 ലാക്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ആ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന പിതാവ് നിഷേധിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ടില്ല, അവനെന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ വ്യക്തിയെ ഇപ്പോൾ ചെയ്ത വ്യക്തിനെ അഫാൻ എന്ന് പറഞ്ഞ ആള് ഒരു ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി ആണെന്ന് കേൾക്കുന്നു. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റി നമുക്കറിയാം, അപ്പോൾ ഒരു അന്തർമുഖ ഇതിലുള്ള ആൾക്കാരാണ്. അത് അധികം കൂട്ടുകെട്ടുണ്ടാവില്ല, സംസാരങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകൾ തന്നെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായാൽ അത് സപ്രസ് ചെയ്യായിരിക്കും, അത് വെന്റിലേറ്റ് ചെയ്യൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, എന്തെങ്കിലും വികാരങ്ങൾ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കില്ല. പിന്നെ ഞങ്ങളെപ്പോലെ സൈക്യാട്രിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് എന്തായാലും അദ്ദേഹം മിണ്ടിയില്ലെങ്കിലും അതിനൊരു ഒരു ബാക്കപ്പ് അത് മിണ്ടാത്ത ഒരാൾക്കുള്ള സൈക്കോളജി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില ഭാഗങ്ങൾ ഞങ്ങൾ എടുത്തു വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം നോക്കുമ്പോൾ 1-2 കാര്യങ്ങളാണ് ഇതിന് നമുക്കൊരു മിസ്മാച്ചിങ് വരുന്നത്. ഒന്ന്, ഒരു കൊലപാതകം നടത്തി ആദ്യം കൊലപാതകം നടത്തുന്നത് അവരുടെ മുത്തശ്ശിയാണ്. ആ മുത്തശ്ശിയെ അടുത്ത് പോകുമ്പോൾ അതൊരു പ്രായമുള്ള ഒരു സ്ത്രീ, അതെ. അവര് അതിൻ്റെ പ്രലോഭനങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ന്യൂസിൽ വായിക്കുന്ന പലതും അവർ ആഭരണം കൊടുത്തില്ല, ചോദിച്ച് പൈസ കൊടുത്തില്ല എന്നൊക്കെയാണ്. അതൊക്കെ ഒരു റീസൺ ആയിരിക്കാം. അതിലുപരി അതിൻ്റെ മറ്റൊരു വശം കൂടി നോക്കുമ്പോൾ എന്തായാലും അവരുടെ ഗ്രാൻഡ് മദറാണ്. അവർക്കൊരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻറ്റ് നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിനൊക്കെ ഉണ്ടാവും. നമ്മളെ മനുഷ്യ സൃഷ്ടിയെ തന്നെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു നമ്മളൊരു ആക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ചുറ്റിക കൊണ്ട് തലക്കടിക്കുന്നു എന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ ആ ഇമ്പാക്റ്റ് പെട്ടെന്നുള്ള ആ ഷോക്കിൽ ഒറ്റയടിക്ക് അവരറിയാതെ ചിലപ്പോൾ അടിച്ചിട്ട് അവരിടത്താവുകയാണെങ്കിൽ ഓക്കെ, അവരറിയുന്നില്ല ബാക്കിൽ നിന്ന് വന്നിട്ട് ഇപ്പം എന്നെ അടിക്കുകയാണെങ്കിൽ. അതേസമയം നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നു, ഞാനത് കാണുന്നു, എൻ്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ഞാൻ തടയുന്നു. അങ്ങനെയൊക്കെ തടയുമ്പോൾ ഞാൻ എൻ്റെ പ്രാണരക്ഷാർത്ഥം ഒന്നെങ്കിൽ ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടും, അല്ലെങ്കിൽ വാവിട്ട് കരയും. ഇപ്പം അറിയുന്ന ആളാണെങ്കിൽ ചെയ്യില്ലടോ, എന്തിനാ അങ്ങനെ കാണിക്കണം, എന്തെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ ഒന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ആ മരണവെപ്രാളത്തിൽ കാണിക്കുന്ന ചില കാഴ്ചകൾ, ആ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന റെസ്പോൺസ് കാണുമ്പോൾ ഇങ്ങനെ ഒരു ഇമോഷൻ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ നിങ്ങളൊരു വേണ്ടപ്പെട്ട റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾ എന്നിൽ അങ്ങനെ ഒരു ആക്ട് ചെയ്യുമ്പോൾ ഞാൻ കഴിയുന്ന പ്രാണരക്ഷാർത്ഥം ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു സെൻറ്റിമെൻ്റൽ ഒരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുറേ കാലങ്ങളായിട്ട് നമ്മൾ ആ വ്യക്തിബന്ധങ്ങളുള്ള ആളായ സ്ഥിതിക്ക്. അപ്പോൾ ഇതൊരു ഗ്രാൻഡ് മദർ കൂടിയാണ്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ കണ്ടതേയില്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ എന്തൊരു ആക്ട് ചെയ്താലും ആ ആക്ട് ചെയ്തിട്ട് അയാൾ അടുത്ത കൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഡിസ്റ്റൻസിൽ വാഹനം ഓടിച്ച് പോവുകയാണ്.
സാധാരണഗതിയിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് കുറച്ച് റെസ്റ്റ്ലെസ് ആവും. ഇത് എന്നല്ല ഇപ്പം ഞാൻ നിങ്ങളോട് വെറുതെ ഒരു വഴക്കിട്ടാൽ പോലും വഴക്കിട്ടിട്ട് ഞാൻ അടുത്തൊരു ഒരു ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ കുറച്ച് സമയങ്ങളിൽ എൻ്റെ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം ഒന്നുമില്ലെങ്കിൽ പോലും ശിവാനി എന്നെ കുറേ ചീത്ത പറഞ്ഞു, ഞാൻ ശിവാനിയെ കുറേ ചീത്ത പറഞ്ഞു. ഇതൊക്കെ നമ്മൾ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണെങ്കിൽ പോലും കുറച്ച് എനിക്കൊരു മനസ്സ് റെസ്റ്റ്ലെസ് ആയിരിക്കും എന്താണെങ്കിൽ. അതും ഇവിടെയാണെങ്കിൽ ഒരു കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ആ മുത്തശ്ശി മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അറിഞ്ഞതിന് ശേഷമാണ് അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത്. അപ്പം അതിലുണ്ടാകുന്ന ഇമ്പാക്റ്റും അവരെ സ്വാധീനിക്കും. അപ്പോൾ ആ മരണത്തിൻ്റെ വെപ്രാളം ഉണ്ടായിട്ട് പോലും അങ്ങനെ സംഭവം അവിടെ സംഭവിച്ചിട്ട് പോവുകയാണെങ്കിൽ പോലും ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കൂടി അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിലോ മറ്റിലോ ആ ഒരു റാഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി വല്ല CCTVയിലുള്ള ദൃശ്യങ്ങൾ വരാനിരിക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അതൊന്നും കേട്ടില്ല റിപ്പോർട്ടിൽ. അപ്പോൾ അവിടെയും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു. കാരണം അവിടെ റെസ്റ്റ്ലെസ് ഒന്നും കാണിക്കാതെ, ഒരു അസ്വസ്ഥത കാണിക്കാതെ അവർ പോയി അടുത്ത ആക്ടും ചെയ്യാണ്. ഈ അടുത്ത ആക്ടൊക്കെ തന്നെ റിലേറ്റീവ്സും മറ്റാണ്. ഇനി അതിലുപരി അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുജനായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണെന്ന് പറയുന്നു. ആ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടിയെ തന്നെ ഭക്ഷണം വാങ്ങിക്കാൻ കൊണ്ടുപോകുമ്പോഴൊന്നും ആ റെസ്റ്റ്ലെസ്നെസ്സോ ആ ഭാവങ്ങളോ അയാളുടെ ഫേസിൽ പ്രകടമാകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അയാളുടെ സുഹൃത്തിനെ കൊലപാതകം ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അസ്വാഭാവികത നമുക്കതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈക്യാട്രിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് സാധാരണ ആളുകളിൽ സംഭവിക്കാത്ത ഇമോഷൻസ് ഇയാളിൽ പ്രകടമാകാത്തത് കൊണ്ട് തന്നെ എന്തോ സംതിങ് ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിലുണ്ട് എന്ന് വിശ്വസിക്കും. ഇതൊക്കെ പൂർണ്ണമായിട്ട് നമുക്കങ്ങനെ എന്താ പറയുക അടിച്ചേൽപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇനിയും കുറേ തെളിവുകൾ സാധ്യതകളാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ ഒരു ലഹരി എസ്പെഷ്യലി പിന്നെ ന്യൂവർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ആയിട്ടുള്ള ഈ ലഹരികളുടെ ഉപയോഗം അത് പലതരത്തിലുള്ള കെമിക്കലാണ് ഇപ്പോൾ അവൈലബിൾ ആവുന്നത്. നമ്മളറിവ് പ്രകാരം ഏതാനും മണിക്കൂറുകൾ മാത്രം അനുഭൂതി കിട്ടുന്നതും ഇത്ര സമയത്തിന് വരെയുള്ള 2 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെയുള്ള ഡ്യൂറേഷൻ അതും കണക്കാക്കിയിട്ടുള്ള സാധനങ്ങൾ വരെ അവൈലബിൾ ആണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഇമോഷൻസിനൊക്കെ ഹൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഇമോഷൻസ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷൻസ് ഒന്നും അവിടെ വില വെക്കില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതാവാൻ ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അപ്പോൾ അത്തരം കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ കാര്യത്തിലുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇനിയും തെളിവുകൾ വന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒരു പോസിബിലിറ്റീസാണ്. ഇത്തരം ഒരു മനഃശാസ്ത്ര ചികിത്സകൻ എന്നുള്ള രീതിയിൽ ഇത്തരം പല കൊലപാതകങ്ങളായിക്കോട്ടെ അക്രമങ്ങളായിക്കോട്ടെ നടത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് ചികിത്സ തേടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം ലഹരികൾ ഉപയോഗങ്ങളാണെങ്കിൽ വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ദിവസവും 3-4 കേസുകൾ MDMA അടിച്ചിട്ടു ലഹരി പദാർത്ഥമായിട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞതൊക്കെ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെ പിടിക്കപ്പെടുന്ന 2-3 കേസുകൾ മാത്രമാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത്. അതിൻ്റെ ഒരു 3-4 ഇരട്ടി മിനിമം പിടിക്കപ്പെടാതെ പോകുന്നത് നടത്തും. അപ്പോൾ അതിന് നമ്മൾ ബേസിക് റുട്ടീൻ ലൈൻ തന്നെ റൂട്ടിൽ തന്നെ നമ്മൾ അതിനെ കണ്ടെത്തിയിട്ട് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള അവെയർനെസ്സും ആളുകളിലേക്ക് അല്ലെങ്കിൽ കുട്ടികളിലേക്ക് അതിൻ്റെ അവെയർനെസ് അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഒരു പഠനം നടത്തി അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ ബേസിക് ഫണ്ടമെൻ്റൽ എഡ്യൂക്കേഷനും കൊടുത്ത് കറക്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് പിന്നീട് ഇനിയും ഇത്തരം ആക്രമണങ്ങളൊക്കെ കൂടും. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി ഇപ്പോൾ സിനിമകളൊക്കെ ഇപ്പോൾ അടുത്തൊക്കെ ഒരു സിനിമ ഇറങ്ങിയിലൊക്കെ കുറേ വയലൻസ് കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ല അഭിനയത്തിനെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അഭിനയം വേറെയാണ്. പക്ഷേ ആ അഭിനയിക്കുന്നത് നമ്മളെ ഒരു നല്ല മെസ്സേജ് കൊടുക്കാതെ ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഇൻറ്റൻഷനൊന്നും ആവില്ല. പക്ഷേ ചില കാര്യങ്ങൾക്ക് ചില മറ വേണമെന്ന് പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി എത്താത്ത ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്തരം പ്രവണതയുള്ള ആളുകളിലേക്ക് ഇത്തരം ഫിലിംസും ഒക്കെ ഒരു ട്രിഗറിങ് ആയിരിക്കും. അപ്പോൾ അത്തരം ടെൻഡൻസിയുള്ള ഒരാൾ ഇപ്പോൾ അങ്ങനെ ഒരു മൂവി കാണാൻ വയലൻസ് ഉള്ളൊരു മൂവി കാണുകയാണെങ്കിൽ അതിൽ ചില പ്രത്യേക ആക്ഷൻസോ പ്രത്യേക ചിലപ്പോൾ ഡയലോഗ്സോ ചില ക്രൂരകൃത്യങ്ങൾ ചെയ്യാനൊരു ഉദ്ദേശിച്ച എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ആയിരിക്കും അവരത് ഒരു ടേക്ക് ഹോം മെസ്സേജ് ആയിട്ട് എടുക്കുകയും അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയില്ല നമ്മളിപ്പോൾ ഒരു ഫിലിം എടുത്താൽ ആരൊക്കെയാണ് അത് കാണുന്നത്, ഏതെല്ലാം വിഭാഗത്തിലുള്ള ആളുകളെ കാണുന്നത്. അത് പലവർക്കും പല രീതിയിലായിരിക്കും അട്രാക്ഷൻ. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ
നിങ്ങൾക്കതിൽ സീനറി ഫോട്ടോഗ്രാഫിയിൽ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോഗ്രാഫിനെ തന്നെ ഞാൻ നിങ്ങളോട് എങ്ങനെയുണ്ട് ഫിലിം ചോദിച്ചാൽ ആദ്യം പറഞ്ഞേക്കാം. ഞാനതിൽ കുറച്ച് അടിപിടി അല്ലെങ്കിൽ ഒരു ഡയലോഗ്സിലാണ് ഇമ്പോർട്ടൻ്റ് വെച്ചെങ്കിൽ അതിലായിരിക്കും. നിങ്ങൾ എന്നോട് കഥ ചോദിച്ചാൽ ഞാൻ ആദ്യം ആ ഫിലിം എങ്ങനെയുണ്ട് ചോദിച്ചാൽ പറയാം അതിൽ അടിപിടി അടിപൊളിയാണ്, അല്ലെങ്കിൽ ആ നടൻ്റെ ഡയലോഗ്സ് അടിപൊളിയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓരോ തരത്തിലുള്ള കാഴ്ചപ്പാടിലായിരിക്കും. അപ്പോൾ ഇത്തരം പ്രവണതയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതായിരിക്കും അട്രാക്ഷൻ. എന്തെങ്കിലും ആസൂത്രിതം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലം കണ്ടെത്തുന്നത്, കൊലപാതകം ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ വയലൻസ് കാണിക്കുന്നത്, ഇവ ഇങ്ങനെ കാണിച്ചാലും എനിക്കും വേണമെങ്കിൽ കാണിച്ചൂടെ എന്നുള്ള ഒരു തോന്നൽ അയാൾ വരികയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം ആക്റ്റുകളൊക്കെ എല്ലാ രാജ്യങ്ങളും പാടില്ല എന്നുള്ളത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചില രാജ്യങ്ങളിൽ അതിൻ്റെ ശിക്ഷാ നടപടികൾ വളരെ കർശനമാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കപ്പെടേണ്ട ഒന്നാണ്. ശിക്ഷ വളരെ റോൾ മോഡലായിരിക്കണം. അതിൽ വിട്ടുവീഴ്ച വരാൻ പാടില്ല. അതിൽ രാഷ്ട്രീയമോ ഒന്നും അല്ലെങ്കിൽ മതങ്ങളോ ഒന്നും കയറിക്കൂടാൻ പാടില്ല. അത് ആരാണെങ്കിലും ആരുടെ മക്കളാണെങ്കിലും അതിന് നിഷ്കർഷമായിട്ട് ഉള്ള ഡിസിഷൻ എടുത്തിട്ട് റോൾ മോഡൽസ് കണ്ടാൽ ഒരു പരിധി വരെയെങ്കിലും ആളുകളിൽ ഇത്തരം പ്രവണത കാണിക്കുന്നത് ഒഴിവാകും. ഇത് ഞാൻ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലല്ലാതെ GCC കൺട്രീസിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ളവർക്ക് അവിടെ ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത് ഉണ്ടെങ്കിലും പുറത്തോട്ട് പ്രകടമായി കാണുകയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും മറ്റും കുറവാണ്. അതിനൊരു പ്രധാന റീസണായിട്ട് ഞാൻ വിശ്വസിക്കുന്ന അവിടുത്തെ നിയമങ്ങളാണ്. നിയമ നടപടികൾ കർശനമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആളുകൾ തന്നെ ലിക്വറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവിടെയും. പക്ഷെ ആ ഉപയോഗിച്ചിട്ട് പുറത്തോട്ട് ആളെ മേലെ കയറുകയും ആളെ ഉപദ്രവിക്കുകയും മറ്റുള്ള ആക്റ്റുകൾ പൊതുവേ കുറവാണ്. അവരുടെ റൂമിലോ അവരുടെ ഏരിയയിൽ നിന്നിട്ട് അവർ എൻജോയ് ചെയ്യും. അല്ലാതെ പുറത്തോട്ട് പോയി ആളുകളെ ഇതിലേക്ക് വരുന്നില്ല. ഇപ്പം നമ്മളെ നാട് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അവകാശപ്പെടുകയും ലിറ്ററസി കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അപകട മരണങ്ങൾ ഇപ്പോൾ വളരെ കൂടിയിരിക്കുന്നു നമ്മളെ കൊച്ചു കേരളത്തിൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ കുറേ പാഠങ്ങളുണ്ട്. അത് എന്താണോ ലെസൺ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ഈവൻ നിയമ സംരക്ഷണ തരുന്ന ആളുകൾ വരെ അത് ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ, ഒത്തൊരുമിച്ച് ഒരു ടീം വർക്കായി ചെയ്താൽ മാത്രമേ നമുക്കിതിനെ അതിജീവിച്ച് പോകാൻ പറ്റുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അഡ്വാൻസ് ടെക്നോളജി വളരെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. AI ടെക്നോളജിയൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണ്, ഇനിയും വരും. അതിനെ നമുക്ക് തടയാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, ഇതിനെ അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇത്തരം സൈബർ ക്രൈമുകൾ, മറ്റുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ക്രൈമുകളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മൾ കുറച്ച് ആളുകൾ വിചാരിച്ചുകൊണ്ട് മാത്രം അത് ഇല്ലാതാക്കാനൊന്നും ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല. അത്തരം വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ തിരിച്ചറിവ്, അതൊരു എന്നെ ഒരു കുഴിയിലേക്ക് ചാടിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ അതിൽ പെട്ടുപോകും എന്നുള്ള തിരിച്ചറിവോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ട് വന്നാൽ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യണോ, എങ്ങനെ രക്ഷപ്പെടണോ എന്നുള്ളത് പഠിച്ച് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകൽ മാത്രമാണ് മാർഗം. അങ്ങനെ ചെയ്താൽ നമുക്കിത്തരം അപകടങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരും. ഇനി അഥവാ ഇങ്ങനെ പിടിച്ചിട്ടുള്ള അപ്പോൾ ഇത്തരം കുട്ടികളൊക്കെ അവരെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ബിഹേവിയർ തെറാപ്പി ഒക്കെ കൊടുത്ത് അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെ കറക്റ്റ് ചെയ്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ റോൾ മോഡലാക്കി കാണിച്ചു കൊടുത്താൽ മറ്റുള്ള ഇതുപോലുള്ള ആക്ട് ചെയ്യാൻ പ്രവണതയുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തേജനമായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വശം. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ക്രൈം റേറ്റ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മൈൻഡ് പവർ എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ചുറ്റിലും പലതരത്തിലുള്ള ട്രാപ്പുകൾ ഉണ്ടായിരിക്കാം. അങ്ങോട്ടൊന്നും അട്രാക്റ്റ് ആവാതെ, അതിലൊന്നും ഇൻഫ്ലുവൻസ്ഡ് ആവാതെ നമ്മൾ നമ്മുടെ മൈൻഡ് പവറുമായിട്ട് നന്നായിട്ട് നല്ല സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോവുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Till then, this is me Shivani signing off. Bye bye.